ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡേ 23 ചലനത്തിന് പിന്നിൽ എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ എൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ നിവർന്നു നിൽക്കാം എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ പറയുന്ന 9th 4th ചാപ്റ്ററായ ചലനത്തിന് പിന്നിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, പാരമീസിയത്തിൻ്റെ ചലനോപാധി. ഇതിൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ നോട്ടും എന്താണ് മാർക്കഡ് PDF നമ്മൾ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അത് കണ്ട് ക്ലാസ്സും കണ്ടു അതേപോലെ തന്നെ നോട്ടും ഒന്ന് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പാരമീസിയത്തിന്റെ ചലന ഉപാധി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീലിയ, സീറ്റെ, ഫ്ലജല്ല, തുഴകൾ. ഏതായിരിക്കും പാരമീസിയത്തിന്റെ നമ്മുടെ ചലന ഉപാധി എന്ന് പറയുന്നത്? ഓക്കെ, ഏതാണ്? സീലിയ എന്തിന്റെയാണ്? സീലിയാണ് ഈ പറയുന്ന പാരമീസിയത്തിന്റെ ചലന ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ, സീറ്റ എന്താണ്? സീറ്റ എന്ന് പറയുന്നത് മണ്ണിരയുടേതാണ്. ഫ്ലജല്ല എന്താണ്? ഫ്ലജല്ല യൂഗ്ലിനെയാണ്. തുഴകൾ എന്തിൻ്റെതാണ്? തിമിംഗലത്തിൻ്റെതാണ്. കണ്ടോ, ബാക്ടീരിയയിൽ എന്തുണ്ട്? ഫ്ലജല്ലമുണ്ട്. അമീബയിൽ എന്തുണ്ട്? കപടപാദം. പാരമീസിയത്തിൽ എന്തുണ്ട്? സീലിയം. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവ ചലിക്കുന്നത്. ഇതിൽ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ സഞ്ചാരത്തിന് സഹായിക്കുന്നു. ആ ഒരു ചലനം, കപടപാദങ്ങൾ ഉപയോഗിച്ച് ശ്വേതരക്താണുക്കൾ ചലിക്കുന്നതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നതെന്ന്? കോശദ്രവ്യ ചലനം, ഫ്ലജല്ലാർ ചലനം, സീലിയറി ചലനം, സ്യൂഡോപോഡിയൽ ചലനം. ഏതാണത്? സ്യൂഡോപോഡിയൽ ചലനമാണ്. ഫ്ലജല്ലാർ ചലനം നമ്മൾ പറഞ്ഞു, ഫ്ലജല്ല ഉപയോഗിച്ച് നമ്മുടെ പുംബീജത്തിന്റെ ചലനം എന്താണ്? ഫ്ലജല്ലാറാണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഉണ്ടോ? സ്യൂഡോപോഡിയൽ ചലനം ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ എന്താണ്? സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നുണ്ട്. അവയിലെ ചലനം അറിയപ്പെടുന്ന പേരാണ് സ്യൂഡോപോഡിയൽ ചലനം. ഞാൻ ക്ലാസ്സിൽ നല്ല വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് പരീക്ഷയ്ക്ക് റെയർ ആയിട്ട്, അത് പുതിയൊരു കണ്ടന്റ് ആയിട്ട് നല്ല വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇവയിൽ മിനുസപേശിയുടെ പ്രത്യേകതകളിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? തെറ്റാണ്. അനൈച്ഛിക ചലനങ്ങൾക്ക് സാധ്യമാകുന്നു. അനൈച്ഛിക ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇച്ഛയ്ക്ക് അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ എന്തൊക്കെ പറയാം, നമുക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഡൈജഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇച്ഛയ്ക്കല്ല നടക്കുന്നത്. അപ്പൊ അനൈച്ഛിക ചലനം, മിനുസപേശി, ഇത് ശരിയാണ്. കുറുകെ വരകളില്ല, ഇതും ശരിയാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ, സിലിണ്ടർ ആകൃതിയല്ല മിനുസപേശിക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആമാശയം, രക്തക്കുഴൽ മുതലായ ആന്തരാവയവങ്ങളിൽ കാണപ്പെടുന്നതും മിനുസപേശിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് എന്തിൽ വരുന്നത്? ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ നമ്മളായിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, അസ്ഥിപേശി, അതിന്റെ മറ്റൊരു പേരാണ് എന്താ? രേഖാങ്കിത പേശി. പഠിച്ചു വെക്കണം ഈ ഒരു പേര്. മിനുസപേശി ആണെങ്കിൽ എന്താണ്? രേഖശൂന്യ പേശിയാണ്. അസ്ഥിപേശി അസ്ഥികളുമായിട്ട് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയാണ്. അതേപോലെ എന്തുണ്ട്? കുറുകിയ വരകളുണ്ട്. ഐച്ഛിക ചലനം അല്ലെ, നമ്മുടെ ഇച്ഛക്ക് നടക്കുന്ന ചലനങ്ങളൊക്കെ എന്താണ്? ഈ പറയുന്ന അസ്ഥിപേശിയാണ്. മിനുസപേശി ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിൽ. സ്പിൻഡിൽ ആകൃതി, നമ്മൾ മിനുസപേശി നേരത്തെ എന്താ പറഞ്ഞത്? സിലിണ്ടർ ആണെന്ന്. അതാണ് ഇവിടെ തെറ്റ് വന്നത്. കുറുകിയ വരകളില്ല, അനൈച്ഛിക ചലനങ്ങൾ. ഹൃദയപേശിയാണെങ്കിൽ എവിടെയായിരിക്കും? ഹൃദയഭിത്തിയിലാണ്. അവിടെ എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശാഖകളായി പിരിഞ്ഞു കാണപ്പെടുന്നുണ്ട്. കുറുകിയ വരകളുണ്ട്. അതേപോലെ അനൈച്ഛിക ചലനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പേശികളും പ്രത്യേകതകളും എന്ന് പറയുന്നത്. പേശിക്ലമത്തിന് കാരണം, ഇതും എന്താണ്? പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേശികോശങ്ങൾക്ക് ഗ്ലൂക്കോസിന്റെ അഭാവം, പേശികോശങ്ങൾക്ക് ഓക്സിജന്റെ അഭാവം, പേശികോശങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത്, കോശ ശ്വസനം നിലയ്ക്കുന്നത്. എപ്പോഴാണ് നമുക്ക് പേശിക്ലമം ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ്? പേശികോശങ്ങൾക്ക് ഓക്സിജന്റെ അഭാവമാണ്. അതേ കിടക്കുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇതിന് ഏറെ ഊർജം ആവശ്യമാണ്. പേശികോശങ്ങൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് എന്ത്? കോശശ്വസനം നടന്നാണ് ATP ഉണ്ടാകുന്നത്. ATP തന്മാത്രകളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചാണ് പേശികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അസ്ഥിപേശി തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ വേണ്ട അളവിൽ നമുക്ക് എന്ത് ലഭിക്കില്ല? ഓക്സിജൻ ലഭിക്കില്ല. സ്വാഭാവികമായിട്ടും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള താൽക്കാലികമായി കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് നമ്മൾ പേശിക്ലമം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ സ്റ്റിഫായിട്ട് അങ്ങനെ നിന്ന് പോകും. നമ്മൾ മസിൽ വെട്ടിക്കരുന്നൊക്കെ പറ്റില്ല, നമ്മൾ ഓടി ഒത്തിരി ചെയ്യുമ്പോഴേക്കും. അപ്പൊ അതാണ് പേശിക്ലമം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സങ്കോചിക്കില്ല, പെട്ടെന്ന് അതെന്ത് ചെയ്യും? ആ ഒരു സങ്കോചിക്കാനുള്ള കഴിവില്ലാണ്ടായിട്ട് വരും. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏത് രോഗത്തെ സൂചിപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് പ്രതിരോധ ശേഷി ശക്തി നൽകുന്ന ചില
കോശങ്ങൾ ചിലത് തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം. ഈ പ്രസ്താവന ഇതും എന്താണ്? ഓൾഡ് എസിയാർഡിലെ വിലയിരുത്താം ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന ചില കോശങ്ങൾ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചേക്കാം. അപ്പൊ അത് ഏതാണെന്ന് നോക്കിക്കേ. കണ്ടോ, സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന രോഗമാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്ന് പറയുന്നത്. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാകുന്നു. ഇതിന്റെ നമ്മൾ നോർമലി പറയുന്ന പേര് സന്ധിവാതമാണ്. ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നോക്കിക്കേ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിന് പ്രതിരോധ ശക്തി നൽകുന്ന ചില കോശങ്ങൾ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് എന്താ? റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും പേശി ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കോശത്തിൽ ഒറ്റ മർമ്മമുള്ളവ, സ്പിൻഡിൽ ആകൃതിയുള്ളവ. സ്പിൻഡിൽ ആകൃതി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അത് ഏതായിരിക്കും? അത് മിനുസപേശിയാണ് അഥവാ രേഖാശൂന്യപേശിയാണ്. ഹൃദയപേശിയും അസ്ഥിപേശിയും ഒക്കെ എന്താണ്? നമ്മുടെ സിലിണ്ടർ ആകൃതിയാണ്. അസ്ഥിപേശിയുടെ മറ്റൊരു പേരാണ് എന്ത്? രേഖാങ്കിത പേശി. മിനുസപേശിയുടെ മറ്റൊരു പേരാണ് എന്ത്? രേഖാശൂന്യപേശി എന്ന് പറയുന്നത്. രേഖാശൂന്യപേശി. ഓക്കെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. പേശികളും അസ്ഥികൾ തമ്മിലുണ്ട്. പേശിയും അസ്ഥിയുമുണ്ട്. ടെൻഡനുകൾ, ലിഗമെന്റുകൾ, ക്യാപ്സൂളുകൾ, തരുണാസ്ഥികൾ. എന്താണ് പേശിയും അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അത് ഓപ്ഷൻ എ, ടെൻഡനുകളാണ്. കണ്ടോ, ടെൻഡൻ, പേശി, ഇതാണ് നമ്മുടെ പേശി, ഇതാണ് നമ്മുടെ അസ്ഥി. പേശിയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ടെൻഡനുകൾ എന്ന് പറയുന്നത്. പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്ന പേശി ജോഡികൾ അറിയപ്പെടുന്ന പേര്. ഇത് നമ്മുടെ ഓൾഡ് എസ്സിആർട്ടിൽ പറയുന്ന ഒരു കണ്ടന്റ് ആണ്. നമ്മുടെ പുതിയ എസ്സിആർട്ടിൽ എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു പേര് പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതായത് നമുക്കറിയാം കയ്യിൽ മടക്കൽ പേശി, നിവർത്തൽ പേശി. നമുക്കറിയാം മടക്കുമ്പോൾ ഇത് റിലാക്സ് ചെയ്യുന്നുണ്ട്, ഇത് വലിയുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഈ രണ്ട് പേശികൾ, അതായത് ഒന്ന് ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റേത് നിവരും. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയുള്ള ജോഡിയായിട്ട് വർക്ക് ചെയ്യുന്ന പേശികളെ പറയുന്ന പേരാണ് പ്രതിദ്വന്ദ്വി പേശികൾ എന്നുള്ളത്. എന്താണ് അന്ന് പേര് പഠിച്ചു വെച്ചേക്കണം. നമ്മൾ ആ ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടില്ല. എന്താണ് പ്രതിദ്വന്ദ്വി പേശികൾ? കണ്ട, പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കൈകളിലെ പേശികൾ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്നു. ഇത്തരം പേശി ജോഡികളെയാണ് പ്രതിദ്വന്ദ്വി പേശികൾ അഥവാ ആന്റഗോണിസ്റ്റ് മസിൽ എന്ന് പറയുന്നത്. പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പേരൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ എന്തൊക്കെയാണെന്ന്. അസ്ഥിയേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കല. ഈ യോജക കലയാണ് നമ്മുടെ ഏറ്റവും ഇവിടുത്തെ എന്തെന്ന് പറയുന്ന കീവേഡ് എന്ന് പറയുന്നത്. അസ്ഥികളിലെ ഘർഷണം കുറയ്ക്കുന്നു. അപ്പൊ അത് ഏതായിരിക്കും? യോജക കലയാണ്. ഘർഷണം കുറയ്ക്കാനായിട്ട് തരുണാസ്ഥിയാണ്. ഇതാണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറാണ് കേട്ടോ. ഈ രണ്ട് അസ്ഥികളാണ്. ഈ അസ്ഥികളുടെ ഇടയിൽ എന്തുണ്ട്? ഇതാണ് നമ്മുടെ തരുണാസ്ഥി എന്ന് പറയുന്നത്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എന്താണ്? ക്യാപ്സൂളാണ്. സ്നായുക്കൾ എന്താണ്? അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സ്നായുക്കളാണ്. ഇനി സൈനോവിയൽ ദ്രവം എന്താണ്? ഇതിന്റെ അകത്തുള്ള ഈ രണ്ട് അസ്ഥികൾക്കിടയിലുള്ള ദ്രവമാണ്. അപ്പൊ സ്നേഹകമായിട്ട് നമുക്കറിയാം ലൂബ്രിക്കന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. സൈനോവിയൽ സ്തരം എന്താണ്? സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അസ്ഥികളെ പൊതിഞ്ഞു കാണുന്ന ആവരണം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പെരിയോസ്റ്റിയം, പെരികാർഡിയം, പ്ലൂറ. ഇവയൊന്നുമല്ല. പെരികാർഡിയം എന്താണ്? ഹൃദയത്തെയാണ്. പ്ലൂറ എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. അപ്പൊ പെരിയോസ്റ്റിയമാണ്. നോക്കിക്കേ, അസ്ഥികൾ മനുഷ്യ ശരീരഭാഗത്തിന്റെ 18% ഉണ്ട്. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണം നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണ് പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽഷ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നുണ്ട്. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. അതും കൂടി ഇമ്പോർട്ടന്റ് ആണ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്.
ഇവയിൽ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്തതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് തെറ്റാണ്. അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമാണ്. ശരിയാണ്. അസ്ഥിസന്ധികൾക്കിടയിലെ ഘർഷണം കുറയ്ക്കുന്നു. ശരിയാണ്. ഇവയിൽ രക്തക്കുഴലുകളും നാഡികളും ഉണ്ട്. അത് തെറ്റാണ്. രക്തക്കുഴലുകളും നാഡികളും ഇല്ലെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തരുണാസ്ഥി ഇതര കലകളേക്കാൾ വളരെ വേഗത്തിൽ വളരുന്നു. അതും തെറ്റാണ്. തരുണാസ്ഥി ഇതര കലകളേക്കാൾ വളരെ സാവധാനത്തിലാണ് വളരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതാണ്. നമുക്ക് വേണ്ടത് തെറ്റല്ലേ? സോ ഇൻഡ്യൂട്ടിരിക്കുന്നത് 3ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം നമുക്കറിയാം. നമ്മുടെ തലയോട്ടി ഇങ്ങനെ, ഇതിൽ നമുക്ക് അക്ഷാസ്ഥികൂടം എന്ന് പറയും അല്ലെ, ഡയറക്റ്റ് ഇങ്ങനെ അക്ഷമായിട്ട് വരുന്ന, ഇതിങ്ങനെ വരുന്ന എന്താണ്, അതിനെ അനുബന്ധിച്ച് വരുന്നതാണ്. അപ്പൊ എന്താണ്, അനുബന്ധാസ്ഥികൂടത്തിലെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 126 ആണ്. 80 എന്താണ്, അത് അക്ഷാസ്ഥികൂടമാണ്. 206 എന്ന് പറയുന്നത് ആകെ അസ്ഥികളുടെ എണ്ണമാണ്. 300 എന്ന് പറയുമ്പോൾ എന്താണ്, ശിശുക്കളിൽ, ജനന സമയത്ത് ശിശുക്കളിൽ ഉണ്ടാകുന്ന അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ അത് 300 ആണ്. ഇവയിൽ അക്ഷാസ്ഥികൂടത്തിൽ പെടാത്തത് അക്ഷാസ്ഥികൂടമാണ്. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ട് വരേണ്ടത്. തലയോട് വരും, മാറല് വരും, നട്ടല് വരും. അവിടെ കൂടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് ശ്രോണി വലയമാണ്. ഉണ്ടോ? തോൾ വലയം, ശ്രോണി വലയം, കൈകളും കാലുകളുമാണ് എന്തിൽ വരുന്നത്? അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. അക്ഷാസ്ഥികൂടത്തിലാണെങ്കിൽ തലയോട്, മാറല്, വാരിയല്, നട്ടല് വരും. ചില ജീവജാലങ്ങളുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. ഈ സംവിധാനം അറിയപ്പെടുന്നത് ബാഹ്യാസ്ഥികൂടം, ആന്തരാസ്ഥികൂടം, ഹൈഡ്രോസ്കെൽട്ടൻ. ഇവയൊന്നുമല്ല. എന്താണ് അത്? ഹൈഡ്രോസ്കെൽട്ടൻ ആണ്. മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. ശരീരാകൃതി നിലനിർത്തുന്നതും സഞ്ചാരത്തിനും ജലമാണ് ഇവിടുത്തെ ഉപാധി. ഈ സംവിധാനം പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോസ്കെൽട്ടൻ. എന്തിലൊക്കെയുണ്ട്? ഹൈഡ്രയിലും മുച്ചിലൊക്കെയുള്ളത് ഈ പറയുന്ന ഹൈഡ്രോസ്കെൽട്ടൻ ആണ്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? തരുണാസ്ഥി, സൈനോവിയൽ ദ്രവം, ക്യാപ്സൂള്, ലിഗമെന്റ്. രണ്ട് അസ്ഥികളെ തമ്മിലാണെങ്കിൽ അത് ഏതാണ്? ലിഗമെന്റ് ആണ്. ലിഗമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. പുരുഷന്മാരിലെ വൈറ്റൽ കപ്പാസിറ്റി എത്ര? അപ്പൊ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? അതായത് ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം നമ്മൾ ശക്തമായിട്ട് നമ്മൾ വായു ഉള്ളിലേക്ക് എടുത്തിട്ട് അതേപോലെ തന്നെ എന്താണ്, ശക്തമായി തന്നെ വായു പുറത്തേക്ക് വിടുമ്പോഴേക്കും എത്രത്തോളം വായു പുറത്തേക്ക് വരുന്നു അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണിത്. വ്യക്തിയുടെ ശ്വസന ആരോഗ്യത്തിന്റെ അളവ് കൂടിയാണിത്. ഈ അളവ് പുരുഷന്മാരിൽ 4.5ഉം സ്ത്രീകളിൽ എത്രയാണ്? 3 ലിറ്ററുമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പുരുഷന്മാരല്ലേ? ആൻസർ ഇതാണ്. ഓപ്ഷൻ എ ആണ്. ഇവയിൽ പേശിക്ഷയവുമായി ബന്ധപ്പെട്ടവ സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാകുന്നു. അതേതായിരിക്കും? പേശി ദുർബലമാകുന്നു. പിന്നെ എന്താ പറയുന്നത്? ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. അതേപോലെ പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം. ഈ പേശി ദുർബലമാകുന്നതെന്ന് പറയുമ്പോഴേക്കും അത് ഏതാണ്? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സന്ധികളിൽ അസഹ്യമായ വേദന, അത് സന്ധിവാദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു, അതിനെ നമ്മൾ ഉളുക്ക് എന്ന് പറയുന്നത്. പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവമാണ് എന്ത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഓസ്റ്റിയോപോറോസിസ്. വംശനാശം സംഭവിച്ച ഹോമിനിഡുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യപരിണാമത്തെക്കുറിച്ചുമുള്ള കണ്ടെത്തലിന് 2022 നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? സാന്റോ പാവോ. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം 2022 ആർക്കായിരുന്നു? സാന്റോ പാവോയാണ്. ഉണ്ടോ? സാന്റോ പാവോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞനാണ്. അതേപോലെ തന്നെ പാലിയന്റോളജി എന്ന് പറയുന്നത് എന്താണ്? ഫോസിലുകളെ പറ്റിയുള്ള പഠനമാണെന്നും കൂടി ഓർത്തിരിക്കുക. രണ്ട് കശേരുകൾക്കിടയിലെ ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ നട്ടലിന്റെ ഭാഗം അറിയപ്പെടുന്നത് ഇൻവെർട്ടിബ്രൽ ഡിസ്ക്, വെർട്ടിബ്ര, ക്യാപ്സൂള്, സ്പ്ലിന്റ്. ഏതാണത്? ഇൻവെർട്ടിബ്രൽ ഡിസ്ക് ആണ്. സ്പ്ലിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, കൈയൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ ആ വെച്ച് കെട്ടുന്ന ആ ഒരു സാധനമില്ല, അതിനെയാണ് നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ വേരുകൾ പ്രകടിപ്പിക്കാൻ സാധ്യത ഇല്ലാത്ത ചലനമാണ് ജലട്രോപിക ചലനം. അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ചെടി ഉണ്ടല്ലേ, ഈ ചെടിയുണ്ട്, ഇതിന്റെ വേരാണ്. ഇവിടെയാണ് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ വേരെന്ത് ചെയ്യും? വെള്ളത്തെ തേടി അങ്ങ് പൊക്കോളും. അപ്പൊ ഇതെന്താണ്? അത് സാധ്യതയുള്ളതാണ്. ഭൂഗുരുത്വ ട്രോപിക ചലനം അല്ലെ, ഭൂഗുരുത്വാകർഷണത്തിന് അനുകൂലം. ഭൂഗുരുത്വാകർഷണം ഇങ്ങോട്ടല്ലേ, ഭൂഗുരുത്വാകർഷണ ബലത്തിന് അനുകൂലമായിട്ടാണ് ചെടി വളർന്നത്. രാസട്രോപിക ചലനം, ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കെമിക്കൽസും കാര്യങ്ങളും ചെടിക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും ചെടികളുടെ വേരുകൾക്ക്. നാസ്തിക ചലനമാണ് സാധ്യതയില്ലാത്ത. നാസ്തിക ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദീപനം എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ തൊട്ടാവാടി. ഇപ്പൊ സ്പർശന ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പൊ നമ്മളിങ്ങനെ ചെടി ഇങ്ങനെ താങ്ങ് കൊടുക്കത്തില്ല, അതൊരു അതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നാസ്തികം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ തൊട്ടാവാടി എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തൊടുന്നതിലല്ല, നമ്മൾ പെട്ടെന്ന് അതങ്ങ് ചുരുങ്ങിപ്പോകും. അത് അതിന്റെ ഉദ്ദീപന ദിശയ്ക്ക് നമ്മൾ എവിടെ തൊടുന്നു അതിനനുസരിച്ചിട്ടൊന്നും അല്ല, അത് എങ്ങനെ തൊട്ടാലും എന്ത് ചെയ്യും, അതങ്ങ് ചുരുങ്ങിയാണ് പോകുന്നത്. അപ്പൊ അത് ഉദ്ദീപനത്തിനെതിരായിട്ടാണ്. ഉദ്ദീപനത്തിനെതിരല്ല, ആ ഒരു ഉദ്ദീപനത്തിന്റെ ആ ഒരു എന്താണ് പൊസിഷനോ അല്ലെങ്കിൽ അതിനോ അനുകൂലമായിട്ടൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. ഇനി അപ്പൊ 20 ക്വസ്റ്റ്യൻ ആയിരുന്നേ വന്നത്. 20 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനിയിപ്പോ എന്താ നമുക്ക് വരേണ്ടത്? ഇത് നമ്മുടെ PYQ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വിലയിരുത്തൽ പോർഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വള്ളിച്ചെടി, അതായത് പയറുചെടി താങ്ങിൽ ചുറ്റി വളർന്നു. ഇത് ഏത് ചലനമാണ്? ഇത് സ്പർശനമാണ് അല്ലെ. സ്പർശനമാണ് ഇവിടുത്തെ ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പൊ സ്പർശക ചലനമായിരിക്കും. ഓക്കെ ആണല്ലോ. സ്പർശട്രോപിക ചലനം കേട്ടോ, അങ്ങനെയാ പറയുന്നത്. പുഴയുടെ തീരത്തുള്ള തെങ്ങ് പുഴയിലേക്ക് ചരിഞ്ഞു വളരുന്നു. പുഴയുടെ തീരത്തുള്ള തെങ്ങ് പുഴയിലേക്ക് ചരിഞ്ഞു വളരുന്നതിനുള്ള കാരണം ഒന്ന് എന്ത് വരാം? പ്രകാശട്രോപിക ചലനം വരാം. ഉണ്ടോ? പ്രകാശട്രോപിക ചലനം. പിന്നെ എന്താണ്? അത് തന്നെ നമുക്ക് ജലവും കൂടി പറയാം. അതായത് നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ വേരെന്ന് പറയുന്നത് ആണ് ശരിക്കും വെള്ളത്തെ തേടി പോകുന്നത്. ഇതെന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ പുഴയുടെ തീരത്തുള്ള തെങ്ങ് ശരിക്കും പുഴയിലേക്ക് ചരിഞ്ഞു വളരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രകാശട്രോപിക ചലനമാണ്. പരാഗനാളി അണ്ഡാശയത്തിലേക്ക് വളരുന്നു. അത് ഏതാണ്? അത് നമ്മുടെ രാസട്രോപിക ചലനമാണ്. രാസട്രോപിക ചലനം. തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നു. അത് ഏതാണ്? നാസ്തിക ചലനമാണ്. നാസ്തിക ചലനമാണ്. ഓക്കെ ആണല്ലോ. ഉണ്ടോ? ഇതാണ് പറയുന്നത് കാണ്ഡത്തിന്റെ ജലട്രോപിക ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? വേരുകൾ ജലത്തിന് അനുകൂലമായിട്ട് വളരുന്നു. മറ്റേത് എന്താണ്? നേരെ ഓപ്പോസിറ്റ് വളരുന്നു. ഇനി രാസട്രോപിക ചലനം, അണ്ഡാശയം. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളി അണ്ഡാശയത്തിനടുത്തേക്ക് വളരാനായിട്ട് സഹായിക്കുന്നു. കാണ്ഡം എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തിന് നേരെ വളരുന്നു. ഇതിനെയാണ് നമ്മൾ പ്രകാശട്രോപിക ചലനം. വേരെന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഇനി ഭൂഗുരുത്വ ട്രോപിക ചലനം എന്താണ്? ഭൂഗുരുത്വം എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് വേരും, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. സ്പർശട്രോപിക ചലനം എന്താണ്? വള്ളിച്ചെടി താങ്ങി ചുറ്റി വളരുന്നത് സ്പർശട്രോപിക ചലനമാണ്. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 20 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത് നമ്മുടെ ഡെയിലി ബൂസ്റ്ററും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് സീരീസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്